വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശ് ഇപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ട്രംപ് 20-ാം തീയതി അധികാരമേൽക്കുകയാണ്. അധികാരമേൽക്കുന്നതിന് മുമ്പ് ബംഗ്ലാദേശിൽ നടക്കുന്നത് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അയാള് യൂനിസ്, ബംഗ്ലാദേശിന്റെ നിലവിലെ മുഖ്യ ഉപദേഷ്ടാവ് ഫ്രാൻസിലേക്ക് പറക്കാനൊരുങ്ങുന്നു എന്ന വാർത്ത നമ്മൾ കൊടുത്തതാണ്, അത് ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് ബംഗ്ലാദേശിലെ യൂനിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണമല്ല, മറിച്ച് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് നേരത്തെയും പറഞ്ഞതാണ്. പിന്നെ ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞു വെക്കുന്നത്, ഇന്ന് 12-ാം തീയതിയായി, ഇനി ഒരു 8 ദിവസം കൂടെ ഉള്ളൂ ട്രംപ് വരാൻ. ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ ഏത് വഴിക്കാണ് അടിക്കുന്നതെന്ന് പുള്ളിക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോ ഇന്ന് വരുന്ന ഒരു റിപ്പോർട്ട്, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഹിൽ ട്രാക്സിൽ 16 കുട്ടികൾ ഉൾപ്പെടെ 28 പേര്, നമ്മൾ ഇതുവരെ കേട്ടത് ബംഗ്ലാദേശികളെ എല്ലാം തൂത്തുപറക്കി പുറത്താക്കുന്നതാണ്. ഇന്ന് രാവിലെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ബിജേട്ടൻ കൊടുത്ത ഒരു വാർത്തയുണ്ട്, 30 ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തു, കോയമ്പത്തൂര് തിരുപ്പൂരൊക്കെ നിന്ന് ഇങ്ങോട്ടേക്കും വരികയാണ്. അതിഥി തൊഴിലാളികളെ ഇതുവരെ തൊട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, കാരണം യുവമാർക്കിടയിൽ എത്ര ബംഗ്ലാദേശികൾ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ടേക്കും വരികയാണ്. പക്ഷെ ഇന്ന് വരുന്ന വാർത്ത, സാധാരണ നമ്മൾ ഇവരെ പുറത്താക്കുമ്പോൾ, ഡൽഹിയിൽ നിന്ന് ഡ്രൈവ് നടത്തി പുറത്താക്കുന്നു, ഗവർണർ സക്സേന പറഞ്ഞതുകൊണ്ട് മഹാരാഷ്ട്രയിൽ പുറത്താക്കുന്നു. ഇന്ന് വരുന്ന വാർത്ത, മിസോറാമിൽ 30 പേർക്ക് നമ്മൾ അഭയം കൊടുത്തു എന്നുള്ള വാർത്തയാണ്. 30 ബംഗ്ലാദേശികൾക്ക്, അതിൽ 16 കുട്ടികളുണ്ട്, 28 മുതിർന്നവരുണ്ട്, അഭയം കൊടുത്തു. ഈ ബംഗ്ലാദേശിലെ 3 മലയോര ജില്ലകളിലൊന്നായ ബന്ദർബൻ ജില്ലയിലെ കെർസെറ്റ്ലാൻഡ്, പാൻഖിയാങ് ഗ്രാമങ്ങളിൽ നിന്നുള്ള 5 കുടുംബങ്ങൾ അടങ്ങുന്ന ആളുകൾക്കാണ് ജനുവരി 7-ന് മിസോറാം അതിർത്തിക്കടുത്തുള്ള ഒരു കാട് കടന്ന് അവർ വരികയായിരുന്നു. ലോങ് ലായ് എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ഹ്രൂയി ടെസാൾ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അവർ കടന്നു. അവിടെ നിന്നാണ് മിസോറാമിലേക്ക് വരുന്നത്. അപ്പൊ മിസോറാം ഗവർണർ അവർക്ക് അഭയം കൊടുത്തു. ഇവർ ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അഭയം കൊടുക്കുകയാണ്. അപ്പോ ഈ ഇവർ പറയുന്നത്, മിസോറാമിൽ പുതിയ ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ് എന്നാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന നെറേറ്റീവ്. കാരണം ഹിന്ദുക്കൾക്ക് അഭയം കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് വലിയ വിഷയമുള്ള കാര്യമാണ്. ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കുന്നത്, ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നത് അതിനേക്കാൾ അവർക്ക് വലിയ വിഷയമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ന്യൂനപക്ഷ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കളെ കൊണ്ടുവന്ന് അഭയം കൊടുക്കുക. ഈ പൗരത്വ നിയമത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മിസോറാം പുതിയ പ്രതിസന്ധി നേരിടാൻ പോവുകയാണെന്നാണ് അവർ പറയുന്നത്. സത്യമാണോ ചോദിച്ചേട്ടാ? നമ്മൾ അവിടെയുള്ള ഹൈന്ദവർക്ക് അഭയം കൊടുത്തു തുടങ്ങി? ഞാൻ വെറുതെ ഇപ്പൊ ധനുഷ് അവിടെ നിന്ന് കടന്നു വന്നുള്ള ഒരു കണക്ക് എന്നോട് പറഞ്ഞു 30 പേരാണ് അല്ലേ. അപ്പൊ ഞാനൊരു ചെറിയ തമാശ പറയുകയാണ്, എന്റെ പേഴ്സണലായിട്ടൊരു തമാശയായിട്ട് കാണുന്നു. 30 പേര് അവിടെ നിന്ന് നമ്മളിവിടെ കയറ്റിയപ്പോ 31 പേരെ നമ്മളിപ്പോ പുറത്താക്കില്ലേ, കോയമ്പത്തൂരും തിരുപ്പൂരിൽ നിന്ന് 31 പേരെ പുറത്താക്കില്ല, അപ്പൊ ബാലൻസ് ആയില്ലേ. അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിലുള്ള മുഴുവൻ ഹിന്ദുക്കൾക്കും ഇവിടെ നമുക്ക് താമസ സൗകര്യം കൊടുക്കാൻ പറ്റും. നമ്മളവിടെ 8% ഉള്ളൂ, 8 തന്നെ തികച്ചില്ല. 2 കോടിയിൽ പരം ബംഗ്ലാദേശികളാണ് ഇന്ത്യയുള്ളത്. ആ 2 കോടി എണ്ണത്തിനും ഇവിടുന്ന് നമ്മൾ പറഞ്ഞു വിട്ടുകൊണ്ട് അവിടെ നിന്നുള്ള 8% ഹിന്ദുവിന് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അത്ര എന്തായാലും കോടിക്കണക്കിന് ഹിന്ദുക്കളൊന്നും ബംഗ്ലാദേശിൽ വരാനില്ലല്ലോ, ഇത്രയും പേരിലേ ഉള്ളൂ. ആകെ 8% ഉള്ളൂ അവിടുത്തെ മൊത്തം പോപ്പുലേഷന്റെ. 18 കോടി ജനത്തിന്റെ 8% വരുന്നുണ്ട്. മറ്റേത് 18 കോടിയുടെ 2 കോടി ഇവിടെയാണെന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം, 1901 അന്ന് ബംഗ്ലാദേശ് ഇല്ല എങ്കിൽ പോലും അന്ന് അവിടെ 33% ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് ഹിന്ദു. 1981 ആയപ്പോഴേക്കും അത് 12.33%. 2022 എത്തുമ്പോൾ അത് കേവലം 8% അടുത്തേക്ക് ചുരുങ്ങിപ്പോകും. എവിടെ പോകുന്നു ഈ ഹിന്ദു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇതേ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതിയാകും. പാകിസ്ഥാൻ സ്വതന്ത്രമാകുമ്പോൾ എത്രയായിരുന്നു ഹിന്ദു പോപ്പുലേഷൻ പെർസെന്റേജ്? ഇന്ന് എത്രയാണ് അവിടെ ഹിന്ദു പോപ്പുലേഷൻ പെർസെന്റേജ്? ഇത് സമാനമായി തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം സ്വതന്ത്രമാകുമ്പോ അവിടുത്തെ ഹിന്ദു പെർസെന്റേജ് എന്ന് പറയുന്നത് 22%. ഇപ്പൊ വെറും 7% മാറി. പക്ഷെ അവിടെ ന്യൂനപക്ഷ പീഡനം നടക്കുന്നില്ല കേട്ടോ എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ പാകിസ്ഥാനിലെ ധനുഷ് പാകിസ്ഥാനിലെ കഥയാണെന്ന് തോന്നുന്നു പറയുന്നത്, സ്വാതന്ത്ര്യം കിട്ടുമ്പോ അല്ലെ 22% എന്നുള്ളത്. ബംഗ്ലാദേശും സമാനമായ, ബംഗ്ലാദേശും ഇതിനും ഇതേപോലെ സമാനമായ സാഹചര്യമായിരുന്നു പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു? ഇന്ന് എത്ര ശതമാനം ഹിന്ദുക്കളാണ് ഇപ്പോഴും ഈ പാകിസ്ഥാനിൽ ഉള്ളത്? ഇവരൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. ഇന്ന് ഈ ബംഗ്ലാദേശിൽ ഈ കലാപം പ്രശ്നം ഉണ്ടായപ്പോൾ മാത്രമാണ് അവിടെ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ട് എന്നുള്ളൊരു കണക്ക് എങ്കിലും നമ്മൾ അറിയുന്നത്. അവർക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നത്.
അപ്പോ അവിടെ ഉള്ളത് മുഴുവൻ ബംഗാളികളാണ്. ബംഗ്ലാദേശികൾ മുഴുവൻ ബംഗാളികളാണ്. ബംഗാളികൾ എന്നാണ് അവരെ നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ബംഗ്ലാദേശികൾ എന്ന് പറയാറ് ബംഗാളികൾ എന്നാണ് പറയുന്നത്. അവരെല്ലാവരും തന്നെ ദേവീ ഭക്തരാണ്. പിന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അവര് കൂടുതൽ വൈഷ്ണവാസാണ്. വിഷ്ണു ഇല്ലെങ്കിൽ അതിന്റെ ഒരു വർഷിപ്പ് നടത്തുന്നവരാണ് കൂടുതൽ പേര്. അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കണം ഒരു പക്ഷേ ഇസ്കോണിനൊക്കെ വലിയ സ്വാധീനം ചിറ്റഗോങ് മേഖലയിലൊക്കെ ഉള്ളത് ഈ വിഷ്ണു ഭക്തന്മാരായതുകൊണ്ടാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടെ ശൈവ ഭക്തരാണ് കുറച്ചുകൂടി കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എങ്കിൽ പോലും വൈഷ്ണവാസ് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വിഭാഗമാണ് ബംഗ്ലാദേശിലുള്ളത്. അവര് പൊതുവെ എന്താ പറയുന്നത്, അങ്ങനെ അക്രമത്തിന് പോകുന്നവരോ ഇല്ലെങ്കിൽ നോൺ വെജുകൾ കഴിക്കുന്നവരോ അല്ല. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നോർത്തിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് അവിടെ നമ്മളെക്കാൾ കൂടുതൽ ആഘോഷങ്ങൾ അവർക്കുണ്ട്. അവർക്ക് ഓരോ ദിവസവും, ഒരാഴ്ചയിലെ ഓരോ ദിവസത്തിനും അവരുടേതായ ചില ഇമ്പോർട്ടന്റുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴാണ് കേരളത്തിൽ ഇപ്പൊ ഈ പൗർണമി പൂജ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്ന ഒരു ദിനത്തെ കുറിച്ച് നമ്മൾ അറിയുന്നു. പൗർണമി പണ്ട് പുരാതന കാലം തൊട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ അത് ആചരിക്കാനും ആഘോഷിക്കാനും അപ്പം മിക്കവാറും ദിവസങ്ങൾ ഒരു ആയിരിക്കും. കാരണം അവരിങ്ങനെ ഓരോ ദിവസങ്ങൾക്ക് ഓരോ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെ പോയൊരു സമൂഹമായിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. പിന്നെ ഈ ആക്രമണത്തിൽ നിന്ന് ഈ എതിരാളികളെ പിന്തിരിപ്പിച്ച കാര്യം വേറൊന്നും ആയിരുന്നില്ല. കാരണം ഈ ബംഗാൾ ബ്രാഹ്മൺസ് ആണ് കൂടുതലുള്ളത്. ബംഗാൾ ബ്രാഹ്മൺസും അവരുടെ വകഭേദങ്ങളുമാണ് ഈ ബംഗ്ലാദേശിൽ കൂടുതലുള്ളവര്. ഇതിനകത്തൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്തൊരു വൈകാരിക പ്രശ്നമുണ്ട്. കാരണം ഈ ബംഗ്ലാദേശിൽ കിടക്കുന്ന ഇവരെ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ അലയൊലികൾ ചെന്ന് പതിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും പശ്ചിമ ബംഗാളുമാണ്. കാരണം ഞങ്ങളുടെ സഹോദരനെ തല്ലുന്നു എന്നുള്ള അതേ വികാരമാണ് അവർക്ക് ഇവിടെയുള്ളത്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത ബംഗാളി ബ്രാഹ്മിൻസ് അടക്കമുള്ളവർ ആസാമിൽ ഒരു വലിയ സംഖ്യയാണ്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്താണ് മിണ്ടാത്തതെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ വിഷയം കമ എന്നൊരു അക്ഷരം മിണ്ടാത്തത്? അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമായതുകൊണ്ടല്ല. കാരണം ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ മമതാ ബാനർജി പെട്ടുപോയിരിക്കുകയാണ്. കാരണം മമതാ ബാനർജി അവിടെ കുടിയിരുത്തിയവർ റോഹിംഗ്യ മുസ്ലിംസ് ആണ്. ഈ ബോർഡർ ജില്ലകളിലെല്ലാം ഉള്ള റോഹിംഗ്യ മുസ്ലിംസ് ആണ്. പക്ഷെ അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ ബംഗാളിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന, അതൊരു ഹിന്ദു സ്റ്റേറ്റ് ആണ്, ബംഗാളിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനത തെരുവിലിറങ്ങും. ആ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പശ്ചിമ ബംഗാളിൽ കാണുന്നത്. അവിടെ RSS അല്ല, അവിടെ BJPയും അല്ല, അവിടെ മറ്റ് ഹൈന്ദവ സംഘടനകളാണ് ഈ കൊൽക്കത്തയിലെ ബംഗ്ലാദേശിന്റെ എംബസിയിലേക്ക് ഇരച്ചു കയറുന്നതും അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യുന്നതും. അവിടെ വേറൊരു ഹൈന്ദവ സമൂഹം, ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തുകയാണ്. ഇതാണ് മമതാ ബാനർജി വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. കാരണം അവരടഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു മമതയുടെ പൊളിറ്റിക്സ്. ഈ പിന്നെ കുടിയിരുത്തിയപ്പെട്ട 6 ജില്ലകളിലെ സീറ്റുകൾ കൊണ്ട് മാത്രം പറയാൻ കഴിയില്ല. ഇത് മമതാ ബാനർജി വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു അലയലുകൾ ഇവിടെയും ഉണ്ടാകും. പക്ഷെ ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ധനുഷ് ശ്രദ്ധിച്ചോ, ഈ ഒരു സംഭവങ്ങൾ നടന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെ വാതിൽ ഒരു ബോർഡ് തൂക്കിയിരുന്നു, ബംഗ്ലാദേശികളായുള്ള പേഷ്യൻസിനെ ഞാൻ നോക്കില്ല. കണ്ടു. അവിടുത്തെ കടക്കാര് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഇവിടെ ഒരു പതാക വെക്കുന്നു ഇന്ത്യയുടെ, അതിനെ വന്നിച്ചതിന് ശേഷം സാധനം വാങ്ങിച്ചാൽ മതി. അസമിൽ നിന്ന് അസമിൽ അടിച്ചോടിക്കുന്നതിന് കാരണം മറ്റൊന്നായിരുന്നെങ്കിൽ പോലും ഇവിടെ നിന്നൊക്കെ അവർക്കിത് നമ്മളെപ്പോലെ ഈ മതേതരമായിട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് വലിയ പ്രയാസകരമാണ് ആ സാധനം. അല്ലെങ്കിൽ നമ്മളെപ്പോലെ പ്രബുദ്ധരല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ അപ്പുറത്ത് അടിമേടിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ അവർക്ക് ഒരുപക്ഷെ കഴിയില്ല. അതുകൊണ്ടാണ് ത്രിപുരയിലെ ഒരു ബസ് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് രാത്രി തന്നെ ത്രിപുര സർക്കാർ ഒരു നോട്ടീസാണ് ബംഗ്ലാദേശിന് കൊടുത്തത്, ഞങ്ങൾക്ക് തരാനുള്ള വൈദ്യുതി കുടിശ്ശിക ഇന്ന് തന്നില്ല എങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഞങ്ങൾ കറണ്ട് തരില്ല എന്ന്. നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കൂ? ഇവിടുത്തെ മലയാളികൾ ഇവിടെ എവിടെങ്കിലും പോയി ഏതെങ്കിലും രാജ്യത്ത് പോയി അടിമേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ആ രാജ്യത്ത് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമോ നാളെ മുതൽ ഞങ്ങൾ തരത്തില്ല? നമ്മൾ പറയില്ല. നമ്മൾ വേണമെങ്കിൽ അവിടെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും അവരെ, കൊള്ളാം അടി ഭംഗിയായിട്ടുള്ളത്. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ത്രിപുര സർക്കാർ ഉടൻ തന്നെ പറഞ്ഞു, ഉടൻ തന്നെ ആ ദിവസം തന്നെയാണ് അവരത് ചെയ്തത്. അതുപോലെ തന്നെ അതിർത്തികളിൽ നിന്ന് മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോകാനുള്ള ശ്രമം, ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യം, അതിർത്തിയിലുള്ള ഇന്ത്യൻ സൈന്യം ഒരു നിമിഷം കണ്ണടച്ചാൽ പോലും പശ്ചിമ ബംഗാളും ആസാമിലും ത്രിപുരയിലുമുള്ള ജനം ആർത്തിരമ്പി ബംഗ്ലാദേശിലേക്ക് നീങ്ങും. അതിനെ ഉൾക്കൊള്ളാൻ ബംഗ്ലാദേശിന് കഴിയില്ല. ബംഗ്ലാദേശിലുള്ള ഈ ജോലിക്കാർ, ബംഗ്ലാദേശിൽ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന 2 കോടിയിൽ പരം പേര് ഇവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒന്ന് അടികിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, അടികിട്ടുന്നില്ല, അവരെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാവുന്നതിലും വലിയൊരു അഭയാർത്ഥി പ്രവാഹമായി ബംഗ്ലാദേശിലേക്ക് മാറും. അവിടെയുള്ള ഹിന്ദുക്കളെയൊക്കെ ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ കുറച്ചുകൂടെ വലിയൊരു രാജ്യമാണ്. അവിടെ ഈ പോകുന്നവരുടെ സ്പേസിലേക്ക് നമുക്ക് അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. കാരണം അവിടെ ഉള്ളവരുടെ ജീവിത രീതിയും
അവരുടെ ചുറ്റുപാടുകളും അവരുടെ വിദ്യാഭ്യാസവും ഒന്നും അല്ലല്ലോ ഇവിടുന്ന് പോകുന്ന ഒരാളുള്ളത്. ഇവിടെ ഒരു സാധാരണ ജോലിക്ക് വരുന്നതും അപ്പൊ അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതും നമ്മുടെ സ്പേസിന് വ്യത്യാസമുണ്ട്, ഏരിയയ്ക്ക്. ഞാൻ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു കാഴ്ച വരും. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു തുടക്കമായിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇത് ഭാവിയിൽ നമുക്കതൊരു വലിയ ക്രൈസിസ്, ഈ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും വലിയൊരു ക്രൈസിസ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോ ധനുഷിപ്പ് സൂചിപ്പിച്ചൊരു കാര്യം. മിസോറാമിലേക്ക് ഇത്രയും പേര് കടന്നു വന്നു എന്നുള്ളത്. കാരണം ഒരുപക്ഷെ ഇതിന്റെ പാത പിന്തുടർന്ന് നാളെ അവിടെ ഒരു വലിയ ആക്രമണം നടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അഭയാർത്ഥികളുടെ പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 100-99% സാധ്യതകളില്ല. കാരണം അങ്ങനെ ഒരു പലായനം പ്രത്യേകിച്ച് നമ്മുടെ കിഴക്കൻ ഏഷ്യയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ പാകിസ്ഥാന്റെ ഒക്കെ വിഭജന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം ചേട്ടാ, ഈ ചിതറിക്കിടക്കാതെ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള 4 ഗ്രാമങ്ങളിൽ ലാങ്സ്ലായ് എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ലാങ്സ്ലായ് എന്ന് പറയുന്ന ജില്ലയിലെ 4 ഗ്രാമങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പദ്ധതി ഇടുന്നതെന്നാണ് മിസോറാം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള സോറം പീപ്പിൾസ് മൂവ്മെന്റ് MLA ലാൽ മുൻപുയ പൂനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അതിർത്തിയോട് ചേർന്നുള്ള വിവിധ ഗ്രാമങ്ങളിലാണ് ഇവരെ പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്കൊരു സംശയം, നമ്മൾ തന്നെ പണ്ട് മുതലേ പറയുന്നതാണ്, 2026 അല്ലെങ്കിൽ 28 നമ്മുടെ ചിക്കൻ നെക്ക് വിപുലീകരിക്കാൻ നമുക്കൊരു പദ്ധതി ഉണ്ടല്ലോ. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹിന്ദുക്കളെ എല്ലാവരെയും അതിർത്തിയിലോട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു മൂവ്മെന്റ് ബംഗ്ലാദേശിനകത്ത്, ഒരു സൈലന്റ് മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു. കാരണം നമ്മൾക്ക് ഇപ്പൊ പാക് അധീന കശ്മീരിലായിരുന്നാലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളതെങ്കിൽ അത് പിടിച്ചടക്കാൻ നമുക്ക് പിന്നെ വലിയ പാടൊന്നും കാണത്തില്ല. കാരണം അവര് തന്നെ അത് കൊണ്ട് നമ്മുടെ കൈ തരും. അങ്ങനെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഈ അതിർത്തി കേന്ദ്രീകരിച്ച് ഈ ഹിന്ദുക്കളായിട്ടുള്ള ബംഗ്ലാദേശികളെ പാർപ്പിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കും. നമുക്ക് അങ്ങനെ വേണം കരുതാൻ. നമ്മൾ തന്നെ രണ്ടുപേരും മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ബംഗ്ലാദേശ് ഡിവൈഡ് ചെയ്യപ്പെടും, ചിറ്റഗോങ് ഉൾപ്പെടെയുള്ളത് അരക്കൻ ആർമി കൊണ്ടുപോകും, അവിടെ ഒരു പുതിയ രാഷ്ട്രം വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ചിറ്റഗോങ്ങിനെ സംബന്ധിച്ച് അവിടെ ഹിന്ദുക്കൾ കൂടുതലാണ്, പിന്നെ ബുദ്ധിസ്റ്റുകളും കൂടുതലാണ്. അപ്പോ അത് ഒരു ഹിന്ദുക്കളുടെ ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് നമ്മുടെ ചിന്മയ പ്രഭു സ്വാമി, ഇസ്കോന്റെ സ്വാമി മറ്റേ കാവ്യ പതാക ഉയർത്തി എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത ഒരു ഇടമാണ് ചിറ്റഗോങ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇസ്കോന്റെ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഒരുപക്ഷെ ഈ അഭയാർത്ഥി പ്രവാഹം വരാൻ പോകുന്ന നാളുകളിൽ ചിറ്റഗോങ് ആസ്ഥാനമാക്കിക്കൊണ്ടൊരു ചെറിയ രാജ്യം, ബുദ്ധന്മാരും ഹിന്ദുക്കളും മാത്രമുള്ള ഒരു ചെറിയ രാജ്യം, അവിടെ അതിനോട് സമീപമാണ് ചിക്കൻ നെക്ക് ഉൾപ്പെടെ വരുന്നതും. അതുപോലെ തന്നെ ചിറ്റഗോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമിത്ഷാ കുറച്ചു നാൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ ചിറ്റഗോങ് കേന്ദ്രീകൃതമായിട്ടായിരിക്കും നമ്മുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഡെവലപ്മെന്റ്സ് ഇനി നടക്കുന്നതെന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് അറിയില്ല, പക്ഷെ ചിറ്റഗോങ് എന്ന് ഒറ്റ അർത്ഥമേ നമുക്ക് ഉള്ളൂ സാധാരണ. അപ്പോ അദ്ദേഹം ചിക്കൻ നെക്കിന്റെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം രാജ്യത്തിന്റെ ഭരണാധികാരിയാകുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയും. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച ചിറ്റഗോങ് എന്ന് പറയുന്നത് ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന വൈകാരിക ബന്ധമുള്ള, അത് ആസാമിന്, അതിനകത്ത് ശ്രദ്ധേയമായ കാര്യമുണ്ട്, അത് ആസാമുമായി വളരെയധികം ചേർന്ന് കിടക്കുന്ന, മണിപ്പൂർ, മിസോറാം ഇതെല്ലാമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അപ്പോ ഈ അരക്കൻ ആർമിയുടെ ഈ മൂവ്മെന്റും ഒപ്പം തന്നെ ഈ ചിറ്റഗോങ് കേന്ദ്രീകൃതമായിക്കൊണ്ട് ഒരുപക്ഷെ ഒരു രാജ്യം വന്നുകൂടായികയില്ല. അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നു, കാണുന്നു. നമ്മൾ മുൻപ് ചർച്ച ചെയ്തൊരു സാധനമുണ്ട്, ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരു പട്ടാള ഭരണമാണ് വരുന്നതെങ്കിൽ ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടും. ഒരു അക്രമം പോലും നടക്കാതെ ഇത് സാധ്യമാവുകയും ചെയ്യും. കാരണം വരാൻ പോകുന്ന പട്ടാള ഭരണത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അല്ല, ഇതിന് വേറൊരു കാര്യം, നമ്മളിപ്പോ ഈ 30 പേരാണ് ഇപ്പോ അവിടെ വന്ന് കുടിയേറിയതെന്ന് പറയുന്നതെങ്കിലും ഈ ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം ഡിസംബർ വരെ അവിടെ കുടിയേറിയവരുടെ കണക്ക് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. 2014 പേരാണ് ഈ ലാങ്സ്ലായ് എന്ന് പറയുന്ന ജില്ലയിൽ വന്ന് കുടിയേറിയിട്ടുള്ളത്. അവരിലേക്കാണ് ഈ 30 പേരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ അത് സർക്കാർ അവിടെ വളരെ ഇതായിട്ട് കുടിയേറിക്കൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാർ. അവര് മാത്രമല്ല കുടിയേറുന്നത്, ബംഗ്ലാദേശിൽ നിന്നുള്ള അതിർത്തിയിൽ നിന്നുള്ള ഹിന്ദുക്കൾ മാത്രമല്ല കുടിയേറുന്നത്, മ്യാൻമറിൽ നിന്നുള്ള കുറച്ച് അഭയാർത്ഥികളെ കൂടെ അവർ എടുത്തിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ അവര് ആ ജില്ല, ആ അതിർത്തിയിലെ ആ ജില്ല തന്നെ ശക്തമായിട്ട് ഈ മിസോറാം ഗവൺമെന്റ് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അവര് പറയുന്നത് ഒരു നെഗറ്റീവ് ആംഗിളിലാണെങ്കിൽ പോലും അത് സ്വാഭാവികമാണല്ലോ. നമ്മളത് കാണുന്നത് അതിലൊരു പോസിറ്റീവ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. കാരണം ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അവർ ഇന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ അവിടെ ബംഗ്ലാദേശിലെ
വിദ്യാർത്ഥികൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വിസ തരണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ. മുമ്പ് ഇവര് പറഞ്ഞിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വിസ വേണ്ട, ഞങ്ങൾക്ക് തായ്ലൻഡും വിയറ്റ്നാമും ഉണ്ട് പഠിക്കാനെന്നാണ്. തായ്ലൻഡിലോട്ടും വിയറ്റ്നാമിലോട്ടും കയറി ചെന്നപ്പോൾ അവര് ഇന്ത്യ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ 6% പൈസയും വിസയ്ക്കും ഈ ടിക്കറ്റിനൊക്കെ വാങ്ങിക്കുന്നത്. അതോടുകൂടി ഇവര് കൂട്ട നിലവിളിയായിട്ട് തിരിച്ച് ഇന്ത്യയിൽ തന്നെ വന്നിട്ട് പറഞ്ഞാൽ എത്രയും വേഗം ഞങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി വിടണം. ഈ വാർത്ത നമ്മുടെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും കൊടുത്തിരിക്കുന്ന ഇന്നലെ ഞാൻ കണ്ടു. അതായത് എന്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനം നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇന്നത്തെ ഈ വാർത്ത ശ്രദ്ധിക്കൂ. അവിടെ നിന്ന് വന്ന 30 പേരെ ഇങ്ങോട്ടേക്ക് കയറ്റിയത്, അയ്യോ അത് വലിയ പാതകമാണ്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, നമ്മുടെ രാജ്യം ആഭ്യന്തര സുരക്ഷയാണ്, നമ്മുടെ മിസോറാം തകർന്നു പോകും, നാളെ ഇവരെല്ലാം കൂടെ ഇവിടെ ബഹളം വെച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇരട്ടത്താപ്പാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ധനുഷ്, ഇതിന് സമാനമായിട്ടൊരു വാർത്ത നമ്മുടെ ഈ ചൈനയുമായിട്ട് നമുക്ക് ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു പ്രദേശമുണ്ട്, ഒരു സംസ്ഥാനമുണ്ട് നമ്മുടെ രാജ്യത്ത്, അരുണാചൽ പ്രദേശ് എന്നാണ് പറയുന്നത്. അരുണാചൽ പ്രദേശ്. ഈ അരുണാചൽ പ്രദേശിൽ ഈ ഇഷ്യൂ ഉണ്ടാകാനുള്ള പ്രധാന കാരണം, നമ്മുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഈ അതിർത്തി സംസ്ഥാനങ്ങളുടെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കൃത്യമായ രൂപരേഖ ഇല്ലാതെ ആളൊഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് ബോർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമൊന്നുമില്ല. പക്ഷെ രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്ത് നമ്മൾ കണ്ടത്, ഈ ജനങ്ങൾക്ക് അവിടെ ടൗൺഷിപ്പുകൾ പണിയുകയും എയർ സ്ട്രിപ്പുകൾ, ഏതാണ്ട് 6 എയർ സ്ട്രിപ്പുകളാണ് അതിർത്തി ആ ഏരിയയിൽ മാത്രം നമ്മളുടെ രാജ്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് പണിത്. മുമ്പ് നമ്മുടെ പട്ടാളക്കാർ പോലും 2 ദിവസവും 4 ദിവസവും ഒക്കെ നടന്ന് ആയിരുന്നു ഈ അതിർത്തിയിലേക്ക് പോയിരുന്നെങ്കിൽ, ഇപ്പോൾ അവർക്ക് നേരിട്ട് വന്നിറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയിൽ ഇപ്പൊ പ്രശ്നങ്ങൾ ഇല്ലാതായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അവിടെ എല്ലാം ടൗൺഷിപ്പ് വന്നു. നമ്മൾ മുമ്പല്ല ഇപ്പോഴും ഒക്കെ വാർത്തകളിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അതിർത്തിയിൽ ചൈന ഗ്രാമങ്ങൾ പണിയുന്നു, നമ്മുടെ അതിർത്തിയിൽ ചൈന ടൗണുകൾ പണിയുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മിക്കവാറും നമ്മൾ കാണാറുള്ളത്. ഈ പണി തന്നെ ഇന്ത്യ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അരുണാചൽ പ്രദേശിൽ നമ്മുടെ ആ ബോർഡറിലെല്ലാം ഇപ്പൊ നമ്മൾ ടൗൺഷിപ്പുകളാക്കുക മാത്രമല്ല മോദി സർക്കാർ ചെയ്തത്, അവിടത്തേക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി, അവിടുത്തെ പ്രത്യേക പാക്കേജിൽ ടൂറിസ്റ്റുകളായിട്ട് പോകാം. അപ്പൊ എന്ത് പറ്റി? അതിർത്തികൾ സജീവമായി, അതിർത്തികള് ജനവാസ കേന്ദ്രങ്ങളായി, എന്താ പറയുന്നത്, സജീവമായി. അതിർത്തികൾ സജീവമാകുമ്പോൾ നമ്മുടെ പട്ടാളത്തിന് ജോലി കുറച്ച് ലഘൂകരിക്കാൻ കഴിയും. കാരണം സജീവമായ ഒരിടത്തേക്ക് ശത്രു വരുന്നത് സ്വാഭാവികമായി നമുക്ക് ഒരു ഇൻഫോമറായി മാറാൻ കഴിയും. ലഡാക്കിലായാലും, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും ഉയരമുള്ള ഒരു ലഡാക്കില് ഒരു എയർപോർട്ട് നമ്മൾ പണി കഴിപ്പിച്ചിരുന്നു. ഈ 1300 അടി ഉയരെയായിരുന്നു നമ്മൾ പണി കഴിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ലഡാക്കിന്റെ ബോർഡറിൽ, ചൈനയുമായിട്ട് പങ്കിടുന്ന ബോർഡറിലേക്ക് നമ്മളിപ്പോ ടൂറിസം പാക്കേജ് തുടങ്ങി, ടൂറിസ്റ്റ് ആയിട്ട് പോകാം. ജമ്മു കാശ്മീരിൽ ട്രെയിൻ സർവീസോടെ വന്നു കഴിഞ്ഞാൽ ഈ ചൈനയുടെ അതിർത്തിയിൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പഞ്ചാബിലെ വാഗ അതിർത്തി, പാകിസ്ഥാനിലെ വാഗ അതിർത്തി പോയിട്ട് നമ്മൾ സെൽഫി എടുക്കും, വീഡിയോ ഒക്കെ എടുക്കും. അപ്പുറത്ത് പട്ടാളം നിൽക്കുന്ന വാഗ അതിർത്തിയുണ്ട്, അവിടെ സജീവമാണ്, ഫുൾ ടൈം സജീവമാണ്. അതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകൾ പോലെ ആകണമെങ്കിൽ അവിടെ സജീവമാകണം. അങ്ങനെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനം, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ ആ ഇഷ്യൂ കുറയ്ക്കാനായിട്ട് അതെല്ലാം ഇപ്പൊ ടൗൺഷിപ്പുകളായി മാറിക്കൊണ്ടിരിക്കുക. അനവധി ഗ്രാമങ്ങൾ നമ്മൾ പണിയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത നൽകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ വലിയ ഡെവലപ്മെന്റ്സ് ആണ്. ഹോസ്പിറ്റൽ വന്നു, റോഡുകൾ വന്നു, എയർ സ്ട്രിപ്പ് വന്നു, ഗ്രാമങ്ങൾ വന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് ചില മാധ്യമങ്ങളിൽ കണ്ടത് ചൈന അതിർത്തികളിൽ പുതിയ ഗ്രാമം പണിയുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പണിയാണ്. നമ്മള് ഒരു 10 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലായിടത്തും അതിർത്തികൾ സജീവമാക്കുകയാണ്, അതിർത്തികൾ ഗ്രാമങ്ങൾ പണിയുകയാണ്, അതിർത്തികൾ നമ്മുടെ ആളുകളെ കൊണ്ട് താമസിപ്പിക്കുകയാണ്. ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നു. ഇതുവഴിയായിരുന്നു അവർക്ക് കയറി വരാൻ സ്പേസ് ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ നമ്മൾ ആൾക്കാരെ താമസിപ്പിച്ചു തുടങ്ങി. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ചില പ്രേക്ഷകരെങ്കിലും താഴെ വന്ന് കമന്റ് ഇടും, എന്നാ പിന്നെ കാശ്മീരിൽ ഭീകരരെങ്ങാടാ നുഴഞ്ഞു കയറുന്നത്, അവിടെ കൊണ്ട് താമസിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത ചെങ്കുത്തായ മലനിരകൾ ഉള്ള ഇടങ്ങളിലാണ് നമുക്ക് അവിടെ താമസിപ്പിക്കാൻ പറ്റാത്തത്. വനങ്ങളും നിബിഡമായ വനങ്ങളും മറ്റുമുള്ളിടത്താണ് താമസിപ്പിക്കുന്നത്. അല്ല, ഞാൻ പറയാം, അവർക്കും കൂടെ ഒരു മറുപടി നമ്മൾ പറഞ്ഞു നമ്മുടെ അതെ. അപ്പൊ ഈ അതിർത്തികളെ കുറിച്ച് നമ്മൾ പൂർണ്ണമായി പറഞ്ഞു വരും. അപ്പൊ ഈ അരുണാചൽ പ്രദേശ് നമ്മൾ വളരെ നേരത്തെ ഈ കാര്യങ്ങൾ തുടങ്ങി. അപ്പം ഇപ്പം ധനുഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ഈ ബുദ്ധന്മാരെ കൂടി, അവിടെ വരുന്ന മ്യാൻമാറിൽ നിന്ന് വരുന്ന ബുദ്ധന്മാരെയും ഹിന്ദുക്കളെയും കൂടി ഈ അതിർത്തി പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നു എങ്കിൽ അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വളരെ വലുതാണ്. അതായത് വലിയ താമസമില്ലാതെ തന്നെ അതിർത്തിക്കടുത്ത് മറ്റൊരു രാജ്യം ഉയർന്നു വരുന്നു. അവിടേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ അതിർത്തിയിൽ ഒരു രാജ്യം വരും. അതിനുള്ളൊരു മുന്നൊരുക്കം നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ഈ ഒരു വാർത്ത ഞാൻ ഇപ്പോഴാണ് അതനുസരിച്ച് പറയുമ്പോഴാണ് അറിയുന്നത്, ഈ മ്യാൻമാറിൽ നിന്നുള്ളവർക്ക് കൂടെ അവിടെ അഭയാർത്ഥികളായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു സംയുക്ത നീക്കം. ഇപ്പൊ അരക്കൻ അറിഞ്ഞ് നടത്തുന്ന നീക്കവും നമ്മളിപ്പോൾ അതിർത്തി
ഇരുത്തുന്ന ഈ നീക്കവും ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അധികം വൈകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ബംഗ്ലാദേശിന്റെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സംഗതയും ഇതില് ബിജേട്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അമിത്ഷാ നോർത്ത് ഈസ്റ്റിൽ പോയി തമ്പടിച്ചിരിക്കുകയാണ്. കാരണം പുള്ളിക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇത്രയും പോർഷൻസ് ഉണ്ടല്ലോ, ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും പുള്ളി അങ്ങ് വിട്ടു. പുള്ളി അവിടെയുള്ള കാര്യങ്ങൾ ഒരു സിസ്റ്റത്തിനകത്താക്കിയിട്ട് വിട്ടു. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വിട്ടിട്ട് നോർത്ത് ഈസ്റ്റിൽ പോയി തമ്പടിച്ചിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റിൽ തമ്പടിച്ച് അവിടെയുള്ള സകല സംസ്ഥാനങ്ങളിലും പോയി. പുള്ളി പറയുന്നത് 2047 ഈ പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്നില്ലേ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന്, അതോടുകൂടി ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സംസ്ഥാനമായ ഈ പ്രദേശം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള പ്രദേശമാക്കി ഞങ്ങൾ മാറ്റിയിരിക്കും എന്നാണ് പറയുന്നത്. ഈ അടിസ്ഥാനപരമായിട്ട് ഈ ജനങ്ങൾ, ഇപ്പൊ സ്വാമി വിവേകാനന്ദ പറയുന്ന ഒരു കാര്യമുണ്ട്, പട്ടിണി കിടക്കുന്നവന്റെ മുമ്പിൽ വേദം ഓതിയിട്ട് കാര്യമില്ല, അവന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയും. അതുപോലെ അവരുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾ ഇങ്ങോട്ട് വരണം, നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു ഗോത്ര വിഭാഗങ്ങൾ കൂടെയാണ്. ആ ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാർ അവർക്ക് എവിടെയാണോ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായിട്ട് ആരാണോ വരുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് എവിടെയാണോ ജീവിക്കാൻ കഴിയുന്നത് ആ ഒരു ചായ്വിലോട്ട് അവർ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ പോയിട്ട് അവർക്ക് വേണ്ട സകല ഫെസിലിറ്റീസും കൊടുത്തു, സകല ഫെസിലിറ്റീസും എല്ലാം കൊടുത്തു കഴിഞ്ഞു. അവർക്ക് ജീവിക്കാനുള്ള സകല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവിടെ നടക്കുന്ന വികസനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മുടെ ഏറ്റവും വലിയ വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ചിക്കൻ നെക്ക് മാത്രമാണ്. എനിക്ക് തോന്നുന്നു അത് അതിന്റെ വീതി തന്നെ 20-50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചിക്കൻ നെക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ ഒരു ഈ നീക്കം നടക്കുന്നത്. എങ്ങനെ പോയിരുന്നാലും നമുക്ക് സിലിഗുരി കോറിഡോറിന്റെ വീതി കൂട്ടിയേ പറ്റത്തുള്ളൂ. നോർത്ത് ഈസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ആ പ്രദേശം കൂടെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കാത്ത ഒരു പ്രദേശമായി ഇന്ത്യയുടെ ഭാഗത്തേക്ക് പിടിച്ചെടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ എനിക്ക് തോന്നുന്നു ധനുഷ്, നമ്മുടെ രാജ്യത്ത് ചൂഷണം, അതായത് നമ്മളുടെ രാജ്യത്തിന്റെ വിഭവം നമുക്ക് യൂസ് ഇതുവരെ ചെയ്യാതിരുന്ന ഒരു പ്രദേശം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണെന്ന് തോന്നുന്നു. ഈ തേയിലയുടെ ഉത്പാദനത്തില് ആസാം ആണ് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒപ്പം തന്നെ ഈ അടുത്ത് എനിക്ക് ധനുഷ് തന്നെയാണ് എന്നോട് പറഞ്ഞതെന്ന് തോന്നുന്നു, റബ്ബർ കൃഷി അമിത്ഷാ അവിടെ ജനങ്ങൾക്ക് റബ്ബർ കൃഷി അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരുപാട് വിഭവങ്ങളുണ്ട്, നമ്മൾ ഇതുവരെ അത് ചൂഷണം ചെയ്തെടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു പ്രശ്നം, പോരായ്മ. ഇപ്പം ത്രിപുരയിലും ജാർഖണ്ഡിലും ഒക്കെയാണ് ഖനികളുണ്ട്, കോൾ നിലങ്ങളുണ്ട്, കൽക്കരിയും മറ്റും കുഴിച്ചെടുക്കുന്ന. അതുപോലെ തന്നെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരുപാട് ഇടത്ത് ഈ ഇരുമ്പയിരിന്റെയും ഒക്കെ വലിയ ശേഖരം തന്നെയുണ്ട്. അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇപ്പൊ ഈ അമിത്ഷാ ലക്ഷ്യം വെക്കുന്നത് വരും കാല ഇന്ത്യയുടെ ഒരു സാമ്പത്തിക നട്ടൽ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും. കാരണം നമ്മൾ അതിന്റെ ഒരു 1/4 പോലും അവിടെ നിന്ന് നമ്മുടെ വിഭവമായിട്ട് എടുത്തിട്ടില്ല. നമ്മൾ ആകെ അവിടുത്തെ കൃഷിയുടെ ഒരു ഭാഗം, അപ്പൊ ആപ്പിളിന്റെ ആയാലും ഒക്കെ അവിടേക്കാണ് ഇപ്പൊ ഈ റബ്ബർ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഇതുവരെ ആരും കൈവെക്കാത്ത ഒരു മേഖല. രണ്ടാമത്തെ കാര്യം തേയില തോട്ടം തൊഴിലാളി മേഖലയിൽ അതെ, ഇതാരും ചെയ്യാത്തൊരു കാര്യങ്ങളാണല്ലോ ഇപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച പോലെ തന്നെ ധനുഷ് നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ഗോത്രങ്ങൾക്ക് അത് കോട്ടം തട്ടുന്നില്ല. അവരുടെ പരമ്പരാഗതമായ കൃഷിയെ കുറച്ചുകൂടി മുൻപോട്ട് കൊണ്ടുപോകും. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മണ്ണിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ച് അത് നമുക്കൊരു മുതൽക്കൂട്ടാകും. അതാണ് പറയുന്നത്. ചിക്കൻ നെക്കൂടൊക്കെ കഴിഞ്ഞാല് നമ്മളുടെ 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് നമുക്ക് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുള്ളത്. അതിനകത്ത് ഇപ്പൊ പുതിയൊരു തുറമുഖം സെന്റ് മാർട്ടിൻ ദ്വീപ് നമുക്ക് തരാമെന്ന് അരക്കനാറിൽ പറയുന്നു. അതുകൂടെ സംഭവിച്ചു കഴിഞ്ഞാല് വലിയ ട്രേഡിംഗ് നടക്കാൻ പോകുന്നത് ബംഗാൾ ഉൾക്കടൽ വഴിയുള്ള ഒരു വലിയ ട്രേഡിംഗ് ആണ് നടക്കാൻ പോകുന്നത്. വലിയ, അതായത് നമുക്കിനി മുംബൈ ഇല്ലെങ്കിൽ ഗുജറാത്ത് എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ നാളെ പറയുമ്പോൾ സെന്റ് മാർട്ടിൻ ദ്വീപ് എന്നോ ഇല്ലെങ്കിൽ ചിക്കൻ നെക്ക് എന്നോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തുറമുഖങ്ങളെ കുറിച്ചായിരിക്കും. ഒരു വലിയ ബിസിനസ് ഒരു വാതലാണ് വടക്കിഴക്കൻ സംസ്ഥാനം ഇതുവരെ നമ്മുടെ ഇന്ത്യയിലെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതെ, നോർത്ത് ഈസ്റ്റിലൂടെയാണ് ഇന്ത്യയുടെ പല സുപ്രധാന കാര്യങ്ങളും പോകുന്നത്. ഇപ്പൊ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം, മ്യാൻമറിലെ സിറ്റുവേ തുറമുഖം, ഇതെല്ലാം നോർത്ത് ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ്, തായ്ലൻഡ് വരെ കണക്ട് ചെയ്യുന്ന റോഡ് നോർത്ത് ഈസ്റ്റിലൂടെയാണ് കടന്നു പോകുന്നത്. മൂന്നാമത്തെ കാര്യം, നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ സുപ്രധാനമായിട്ടുള്ള ഇന്ത്യയുടെ അപ്പുറത്തെ ഭാഗത്ത് ചൈനയെ അടക്കം വെല്ലുവിളിക്കാൻ കഴിയുന്ന ആ ഒരു ഭൂപ്രദേശം, ഇന്ത്യക്ക് അവിടെ ഇന്ത്യൻ സൈന്യത്തിന് ഉതകുന്ന ഭൂപ്രദേശം, ചൈനയിലേക്ക് ഒരു അറ്റാക്കിന്
മറ്റുമുതകുന്ന ഒരു ഭൂപ്രദേശം അത് വളരെ വലിയൊരു വിഷയമാണ്. അപ്പൊ ഈ സ്ഥലങ്ങൾ നമ്മുടെ രാജ്യം വികസിപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെ മണിപ്പൂർ കലാപമൊക്കെ വന്ന് നോർത്ത് ഈസ്റ്റിനെ മണിപ്പൂർ കലാപത്തിലൂടെ ആളിക്കത്തിച്ച് പൂർണ്ണമായിട്ടും നോർത്ത് ഈസ്റ്റിലോട്ട് ആ കലാപം വ്യാപിപ്പിച്ച് തകർക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു. എന്തായാലും നടന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് എന്താ പറയുക, ഒരു തമാശയാണെങ്കിലും പറയണമെന്ന് തോന്നി. അതായത് നമ്മുടെ അക്സായ് ചിങ് നെഹ്റു തരിശു ഭൂമി എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് കൊടുത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അത് ഒരു തരിശു ഭൂമിയാണ്, ഇന്ത്യക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് അത് കൊടുത്തു. ഇപ്പൊ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മണിപ്പൂർ കലാപമൊക്കെ ഇത്ര ഭീകരമായിട്ട് നടക്കുകയായിരുന്നെങ്കിൽ പറയും നോർത്ത് ഈസ്റ്റോ അവിടെ വെറും മഴ മാത്രമല്ലേ പെയ്യുന്നുള്ളൂ, ചതുപ്പ് നിലമെന്ന് പറഞ്ഞത് മുറിച്ചു കൊടുത്തതിന്റെ അല്ലെ? എനിക്ക് തോന്നുന്നു ഈ ഭാരതത്തിന്റെ വരും വർഷങ്ങള് നാരീശക്തി അധിഷ്ഠിതമായിരിക്കും എന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആലങ്കാരികമായിട്ട് പറയുമ്പോൾ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നത് 7 സഹോദരിമാരുടെ നാട്, 7 സഹോദരിമാരും ഒരു സഹോദരനും എന്ന് പറയുന്നത്. കാരണം സിക്കിമാണ് ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം. ബാക്കിയുള്ളത് 7 സഹോദരിമാര്. അപ്പൊ പുതിയതായിട്ട് വന്ന അതിന് സഹോദരി എന്നല്ല പറഞ്ഞു, സഹോദരൻ എന്നാണ് 7+1. അപ്പൊ 7 സഹോദരിമാരുടെ നാടായിരിക്കണം ഒരുപക്ഷെ ഇനി നമ്മുടെ രാജ്യത്തിന്റെ ഒരു മുതൽക്കൂട്ടായി മാറുന്നത്. നെഹ്റു ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ. കാരണം ഇത്രയും വലിയൊരു വിഭവ സമാഹരണം, ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രദേശം, ആ പ്രദേശത്തെ നാളിതുവരെ തിരിഞ്ഞു നോക്കാതെ, അത് നമ്മുടെ അല്ലെന്നൊരു ധാരണയിലാണ് പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ പോയിരുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ പോലും ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വാർത്ത കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു മാധ്യമം ന്യൂസ് ഇന്ത്യ മലയാളം തന്നെയാണ്. അത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമ്മളത് പറയുന്നുണ്ട്. നമ്മളുടെ ഒരു വർഷത്തെ വാർത്ത എടുത്ത് പ്രേക്ഷകർ നോക്കട്ടെ, ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ നൽകിയതുപോലെ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതുപോലെ ഏതെങ്കിലും ഒരു ചാനൽ വടക്കിഴക്കൻ സംസ്ഥാനത്തിന്റെ വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവരാകെ കൊടുക്കുന്ന ഒരു സാധനം ഈ മണിപ്പൂർ അല്ലാതെ അതിന്റെ തെക്കോട്ടുമില്ല വടക്കോട്ടുമില്ല. പിന്നെ ഹിമന്ത് ബിശ്വ ശർമ്മ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ കൊടുക്കും. മിസോറാമിലെ വാർത്തയില്ല, സിക്കിമിലെ വാർത്തയില്ല, മേഘാലയയിലെ വാർത്തയില്ല, ഒരിടത്ത് നാഗാലാൻഡിലെ വാർത്ത. നാഗാലാൻഡൊക്കെ ഉണ്ടോ എന്ന് തന്നെ ഇവിടെ പലർക്കും അറിയില്ല, അങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടോ എന്നൊക്കെ. അവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ല, അവിടുത്തെ ഇഷ്യൂസുകൾ അറിയില്ല, അവിടെ റോഡ് വന്നാൽ ഇപ്പൊ കുറെ ബ്ലോഗർമാരൊക്കെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവർ ഈ വ്ലോഗൊക്കെ ചെയ്യുന്നത് കുറച്ചു പേർക്ക് അറിയാം എന്താണ് സംഭവം. നമുക്ക് മണിപ്പൂർ വിട്ടിട്ടൊരു കളിയില്ലല്ലോ. അതായത് പണ്ട് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞ കണക്ക് ചില മാലിന്യങ്ങളെ പുതിയ നീച്ചകളെ പോലെ ആയിപ്പോയി നമ്മുടെ ഒരു പ്രവർത്തനം. അത് തന്നെയാണ് സംഭവിച്ചത്. എന്തായിരുന്നാലും നോർത്ത് ഈസ്റ്റ് വികസിക്കുകയാണ്. അങ്ങോട്ടേക്ക് അഭയാർത്ഥികളായിട്ട് ഹിന്ദുക്കളൊക്കെ എത്തിച്ചേരുകയാണ്. മിസോറാമിൽ ഒരു ജില്ല തന്നെ ബംഗ്ലാദേശി അഭയാർത്ഥികൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ, ദേശീയ മാധ്യമങ്ങളിലെ അൾട്രാ നക്സൽ അർബൻ നക്സലുകളൊക്കെ ഇത് വളരെ ദുഃഖത്തോടുകൂടി നോക്കിക്കാണുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് നമ്മുടെ രാജ്യം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. താങ്ക് യു.